കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ തീരുമാനമാകും മുൻപ് വി.സി. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനെയാണ് ഇടതുപക്ഷം എതിർത്തതെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം മന്ത്രി ഒ.ആർ. കേളു. ആക്ടും റൂളും ഗവർണർക്കും ബാധകമാണ്. അതിന് വിരുദ്ധമായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും മന്ത്രി കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. ഏകപക്ഷീയമായി ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനെതിരെ ഹർജികൾ കോടതിയുടെ മുന്നിൽ നിൽക്കെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അജണ്ട യോഗത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് മന്ത്രി ഒ.ആർ. കേളു കുറ്റപ്പെടുത്തി. യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗമാണ് ഒ.ആർ. കേളു. വ്യക്തിപരമായി ഒരാൾക്ക് വൈസ് ചാൻസലറെ നിയമിക്കാൻ നിയമമില്ല. കോടതിയുടെ നിലപാടിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ട് കേരള ഗവൺമെൻറ് ഒരു കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കോർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ കോടതിൻ്റെ മുമ്പിൽ ആ വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് ആ അജണ്ട തൽക്കാലം എടുക്കേണ്ടതില്ല. അത്രയേ ഉള്ളൂ. വ്യക്തിപരമായി ഒരാൾക്ക് നിയമിക്കാൻ റൂൾസ് ഇല്ലല്ലോ, ആക്ട് ഇല്ലല്ലോ. പക്ഷേ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. ഗവർണർ പലപ്പോഴും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് എടുത്തു കാണുന്നത്. സെനറ്റ്, യൂണിവേഴ്സിറ്റി എന്നിവയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമം. ഇതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അല്ല, എല്ലാ കാര്യത്തിനും ഒരു ആക്ടും റൂളും ഉണ്ടല്ലോ. അപ്പോൾ ആ ആക്ടിനും റൂളിനും അനുസരിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ആ ആക്ടും റൂളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോയത് കൊണ്ടാണ് സെനറ്റ് അംഗങ്ങൾ ഇങ്ങനെ ഒരു പൊതു തീരുമാനം ഇവിടെ കൈക്കൊണ്ടത് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റീൻ്റെ പുതിയ കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരം തന്നെ എടുത്ത് കളയുന്ന രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരങ്ങൾ എടുത്ത് കളയുന്നു, സെനറ്റിൻ്റെ അധികാരങ്ങൾ എടുത്ത് കളയുന്നു, അതുപോലെ തന്നെ അങ്ങനെ ഓരോ കമ്മിറ്റീൻ്റെ അധികാരങ്ങളും ഒക്കെ എടുത്ത് കളയുന്ന രീതിയിലേക്ക് ഇതെല്ലാം വയലേറ്റ് ചെയ്യുന്ന രീതിയാണ് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. ചാൻസലർ സ്ഥാനത്ത് ഗവർണർ വേണ്ട എന്ന ആവശ്യം ഉയരുന്നതും ആക്ടിനും റൂളിനും വിപരീതമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. നിയമങ്ങൾ എല്ലാവർക്കും ബാധ്യതയാണെന്നും മന്ത്രി കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. അതേസമയം നിയമത്തിന് വിധേയമായാണ് UDF അംഗങ്ങൾ നിലപാടെടുത്തതെന്ന് കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് E.R. വിനോദ് പറഞ്ഞു. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു അംഗത്തെ നിശ്ചയിക്കുക എന്നത് സെനറ്റിന്റെ നിയമപരമായ ബാധ്യതയാണ്. പ്രതിനിധിയെ ഒന്നുകിൽ നോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കണം. ഈ ബാധ്യത നിറവേറ്റുക എന്നത് സർവകലാശാലയുടെ പ്രവർത്തനത്തിൽ നിർണായകമാണെന്നും അഡ്വക്കേറ്റ് E.R. വിനോദ് പറഞ്ഞു. യൂണിവേഴ്സിറ്റീൻ്റെ സെനറ്റ് ഉൾപ്പെടെയുള്ള ബോഡി എന്ന് പറയുന്നത് നിയമത്തിന് വിധേയമായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അത് സിൻഡിക്കേറ്റ് ആയാലും സെനറ്റ് ആയാലും ഒക്കെ. അപ്പം സെനറ്റിൻ്റെ നിയമപരമായ ബാധ്യതയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിലെ ആ അജണ്ട പ്രകാരം രണ്ട് കാര്യം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിന് കൃത്യമാണ്, ഒന്നുകിൽ നോമിനേറ്റ് ചെയ്യാം, അല്ല എങ്കിൽ ഇലക്ട് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗം എടുക്കേണ്ടിയിരുന്ന തീരുമാനം. ഐക്യകണ്ഠേനയാണെങ്കിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാം, ഇനിയല്ല ഒന്നിലധികം പേരുകളാണ് വരുന്നതെങ്കിൽ അതിൽ നിന്നുള്ളവരെ എലക്ട് ചെയ്ത് ചാൻസലർക്ക് അയച്ചു കൊടുക്കാം എന്നുള്ള രണ്ട് കാര്യം മാത്രമേ ഇന്നത്തെ ബോഡിക്ക് തീരുമാനിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അജണ്ടയ്ക്കെതിരെ സെനറ്റിൽ പ്രമേയം കൊണ്ടുവന്നതുപോലും നിയമപരമല്ലെന്നും അഡ്വക്കേറ്റ് E.R. വിനോദ് പറഞ്ഞു. ഇത് ഗവർണറെ അനുകൂലിക്കുന്ന വിഷയമല്ല. നിയമപരമായി ഗവർണർ ഇപ്പോൾ ചാൻസലറാണ്. അതിനനുസരിച്ചുള്ള നിയമമാണ് നിലവിലുള്ളത്. അത് പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് സെനറ്റ് അംഗം ഷിനോ പി. ജോസും പറഞ്ഞു. ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലറുടെ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചാൻസലർക്കാണ് ഇതിനകത്ത് പൂർണ്ണ അധികാരമെന്നുള്ളത്. ഇവിടെ ചാൻസലർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം BJP-കാരനാണോ ഇല്ലയോ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഞങ്ങൾ ഉയർത്തി കാണിച്ചത് സ്റ്റാറ്റ്യൂട്ട്, ആക്ട് എന്നിവ മാത്രമാണ്. ഈ സ്റ്റാറ്റ്യൂട്ട്, ആക്ട് പ്രകാരം ഇവിടെ ഇന്നിപ്പം അജണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആ അജണ്ടയ്ക്കെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കി, സ്റ്റാറ്റ്യൂട്ടോ ആക്ടോ വായിക്കാതെ ഒരു മെമ്പർ ഇവിടെ വന്നൊരു റെസൊല്യൂഷൻ പാസ്സാക്കി, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മൂവ് ചെയ്ത റെസൊല്യൂഷൻ പിൻവലിച്ച് ഓടുന്ന സാഹചര്യം ഉണ്ടായത്. ഞങ്ങളിവിടെ ചാൻസലറെ അനുകൂലിച്ചിട്ടില്ല, വൈസ് ചാൻസലർ അനുകൂലിച്ചിട്ടില്ല, ഒന്നുമില്ല. നിയമം എന്താണ്? സ്റ്റാറ്റ്യൂട്ട്, ആക്ട്, നിലവിലുള്ള അജണ്ട. ആ അജണ്ട പ്രകാരം സെനറ്റിൽ നിന്നും ഒരാളുടെ പേര് നോമിനേറ്റ് ചെയ്യണം. ഞങ്ങളതിനകത്ത് വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അത് ആ അജണ്ടയേ ഇല്ല എന്ന് വൈസ് ചാൻസലർ ഇവിടുന്ന് തീരുമാനമായിട്ട് പറയുമ്പോൾ ആ അജണ്ട ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ സ്ഥിരം വൈസ് ചാൻസലർ വരിക എന്നുള്ളത് സർവകലാശാലയുടെ ആത്യന്തികമായ ആവശ്യമാണ്. ഇൻചാർജ് ഭരണം എന്നതിനെ ഞങ്ങൾ എതിർക്കുകയാണ്. ഇത് ഒരിക്കലും ചാൻസലറിനെ അനുകൂലിക്കുന്ന വിഷയമല്ല. ആക്ട്, സ്റ്റാറ്റ്യൂട്ടിനെ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷ അംഗങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ട് എന്താണെന്ന് അറിയത്തില്ല, ആക്ട് എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ എന്നും കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സർവകലാശാലയ്ക്ക് സ്ഥിരം വൈസ് ചാൻസലർ അനിവാര്യമാണ്.
അതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ അത് ഗവർണറെ അനുകൂലിക്കൽ ആകില്ലെന്നും ഷിനോ പി ജോസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.